നമ്മൾ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് സന്തോഷം. ഒരു കാര്യം അത്രയ്ക്ക് ബോറായിരുന്നു. അല്ല ഇത് പോരല്ല. വേണ്ട. എനിക്ക് ഈ ക്യാരവൻ്റെ പുറകെ പോയി കാത്തിരിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നാളെ വാ, മറ്റന്നാൾ വാ, എനിക്കിന്ന് മൂഡില്ല, ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാം, അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും. എൻ്റെ സിനിമയെ വളരെ മോശമായി തേജോവധം ചെയ്ത ആളുകളുടെ ഇടയിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ആ സിനിമ കണ്ടിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു. പ്രശംസകളുടെ പൂക്കൾ കൊണ്ട് മൂടിയാലും എന്നെ വിമർശനത്തിൻ്റെ കൂരമ്പുകളെടുത്ത് എറിഞ്ഞാലും ഞാൻ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കമൻസ് വെച്ചിട്ട് കമൻറ്റ് കൊണ്ട് ഞാനങ്ങ് ഇല്ലാതായി പോകുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ മൂഢന്മാരുടെ സ്വർഗത്തിലാണെന്ന് പറയാൻ. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഫ്ലോറിലിരുന്ന അഹങ്കാരത്തോടെ പറയാം, ഒരാളുടെ വളർച്ചയ്ക്ക് എതിര് നിൽക്കാൻ ഞാൻ നിന്നിട്ടില്ല. ടെക്നീഷ്യന്മാരാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് ഫീൽഡിലും ഞാൻ കൊണ്ടുവന്നവരോടൊക്കെ എന്നെ മാറി എനിക്കിട്ട് പണി തന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയാണ്. 11 മണിക്കോ 12 മണിക്കോ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര സീൻ തീരും. ഇയാൾ ഈ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പം എത്ര പേരെ സംശയത്തിൻ്റെ മുൾമുനേ നിർത്തി. ലോകം ആദരിക്കുന്ന മലയാള സിനിമയെ 32 വർഷം താങ്ങി നിന്ന ഒരു മഹത് വ്യക്തിയെപ്പറ്റി നൊട്ടാന്നുറക്കാത്തെന്നാണ് പറഞ്ഞില്ലേ. ചീപ്പ് എക്സിബിഷൻസിൻ്റെ ഭാഗമല്ലേ. ശരിക്കും എനിക്ക് മനസ്സിലായി, കിട്ടാനുള്ള കിട്ടുന്നുണ്ടല്ലേ ശരിക്കും. പച്ചക്കള്ളം പറഞ്ഞ് സ്വയം ആളാവാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ അയാൾക്കെതിരായിട്ട് എത്ര പേര് പ്രതികരിച്ചു. ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളൊന്നും തന്നെ ഹിറ്റ് അല്ലല്ലേ. എൻ്റെ സിനിമ ഓടിയോ എൻ്റെ സിനിമ ഓടിയില്ല എന്നുള്ളതല്ലല്ലോ അവരുടെ വിഷയം. അവരുടെ വിഷയം എന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിലപാടുകൾ നിലനിൽപ്പിനൊരു തടസ്സമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിലപാട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും വേണ്ടതാണ്. കൊടിയുടെ നിറത്തേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു ഇടതുപക്ഷ സഹകാരിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. എന്തിനും മടിക്കണം. എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും തഴയപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ അതിനകത്തൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Yes! Oxygen year end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടറാണ്, ഡയറക്ടറാണ് ആൻഡ് എ പേഴ്സൺ ഹു ഹോൾഡ്സ് മെനി ടൈറ്റിൽസ്. ലെറ്റ്സ് വെൽക്കം നിഷാദ്. നിഷാദ് ഏട്ടാ, സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെ പുതിയ വിശേഷങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യോ? ഇല്ല, പുതിയ സിനിമ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്ത മൂവി ലർക്ക്, LURK, ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുകയാണ്. അതൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അത് സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, അനുമോൾ, മഞ്ജുപിള്ള, മുത്തുമണി, അങ്ങനെ ഒരു അറേ ഓഫ് ആക്ടേഴ്സ്, പഴയ ആളുകളും പുതിയ ആളുകളും ഒക്കെ ആയിട്ട് ഒരു സിനിമ ചെയ്തു. കേരള ടോക്കീസിൻ്റെ ബാനറിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സംസാരിക്കേണ്ട ഒരു വിഷയം വളരെ കൈയടക്കത്തോടെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വിഷയം. പിന്നെ 1-2 സിനിമകളൊക്കെ അഭിനയിക്കാനൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പേര് വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ലർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇറ്റ്സ് എ ഇംഗ്ലീഷ് ടൈറ്റിൽ, LURK. ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ മുന്നിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പം ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് വയനാടായാലും പിന്നെ കോഴിക്കോടാണെങ്കിലും ഉത്തരമലബാറിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ വന്യജീവികൾ നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അതെ അതെ, ഇപ്പൊ നമ്മൾ ഒരുപാട് ന്യൂസുകളിൽ കാണാറുണ്ട്. അതിൽ ഒരു മനുഷ്യർക്കൊരു വിലയില്ലാതായിരിക്കുന്ന മാറിക്കുന്നത്. പിന്നെ അവരെ ഇത് ഹൂസ് ദ റിയൽ പ്രൊഡേറ്റേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സിനിമയിൽ. അപ്പം അവരുടെ വാസസ്ഥലത്ത് മനുഷ്യൻ കയറുന്നതാണോ, അതാണ് ഇനി എന്താണ് അതിൻ്റെ ഇത്. മാത്രമല്ല വന്യജീവി സംരക്ഷണം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് പക്ക അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ എപ്പോഴും ലൈം ലൈറ്റിൽ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ചേട്ടനെ എപ്പോഴും നമ്മളിങ്ങനെ ഓരോ ഡിസ്കഷൻസിലും കാണാറുണ്ട്, സിനിമകളുടെ കാര്യമായിട്ട് കാണാറുണ്ട്, ആക്ടറായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഏത് മേഖലയിലാണെങ്കിലും ചേട്ടൻ്റെ ഒരു നിലപാട് അവിടെ പറയാറുണ്ട്. സോ ഈ നിലപാടുകൾ നിലനിൽപ്പിനൊരു തടസ്സമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പാഷൻ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമൊന്നുമില്ല, അത് സംഭവിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയി, അത് വീട്ടുകാർക്ക് വേണ്ടി പഠിക്കാൻ പോയത്, എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും സിനിമ തന്നെയായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരിക, സിനിമയിലൊരു
ഒരു ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ. മമ്മൂക്കായ നായകനാക്കി സത്യേട്ടൻ്റെ ഒരാൾ മാത്രത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പറഞ്ഞിട്ടുള്ള 2 സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞ് 2006 പൃഥ്വിരാജിനെ നായകനാക്കി പകൽ പോലൊരു സിനിമ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു 12 സിനിമകളോളം സംവിധാനം ചെയ്തു, തമിഴ് ഉൾപ്പെടെ. 10-20 സിനിമകളിൽ അഭിനയിച്ചു, ഒരു 6-7 സിനിമ നിർമ്മിച്ചു. അങ്ങനെ ഒരു ഫിലിമോഗ്രാഫിയൊക്കെ അതാണ്. അപ്പോൾ ഈ താങ്കൾ ചോദിച്ച പോലെ ഈ നിലപാട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും വേണ്ടതാണ്. നമ്മൾ എപ്പോഴും വേവർ ചെയ്യാൻ പാടില്ല. നമുക്കൊരു നിലപാട് സ്റ്റാൻഡാണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം, ഐദർ ഗുഡ് ഓർ ഈവിൾ. നമുക്ക് ചൂസ് ചെയ്യാം എന്ത് വേണമെന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ, ഒരു കാര്യം നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്നുള്ളത് തോന്നുന്നൊരു കാര്യം പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാണെങ്കിൽ, നമ്മളൊക്കെ ഒരു സാമൂഹ്യ ജീവിയാണ്. ഏതൊരു വ്യക്തിക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അത്തരം ആവശ്യങ്ങൾ, അത്തരം വിഷയങ്ങൾ വരുമ്പോൾ എൻ്റേതായിട്ടൊരു സ്റ്റാൻഡ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട്. അതിൽ നിന്ന് ഞാൻ വെള്ളം ചേർക്കാറില്ല. അതുകൊണ്ട് എൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കെയർ ചെയ്യാറില്ല. ഇപ്പോൾ ഹൂ കേസ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ സമയത്തോളം ഐ എം ലീസ്റ്റ് ബോതേർഡ്. ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മളൊന്ന് അഡീഷൻ കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അങ്ങനെ ഒരു നിലപാട് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ശത്രുക്കളുണ്ടാവും. അപ്പോൾ ചേട്ടൻ ഇപ്പം പറയുന്ന ഓരോ കാര്യത്തിലും ഓരോ വ്യക്തികളുടെ അവരുടെ വിവാദങ്ങളായിരിക്കാം ചേട്ടൻ അതിനകത്ത് ചേട്ടന്റെ അഭിപ്രായം പറയുക. അപ്പൊ ഒബ്വിയസ്ലി ആ വ്യക്തിയായിട്ട് അവിടെ ഒരു ഇൻഡയറക്ട്ലി ഒരു ക്ലാഷ് വരികയാണ്. അപ്പോൾ ഞങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഈ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഇങ്ങനെ നിലപാട് പറയുന്നത് ഒരു ശത്രുത, ആ ഒരു സംഭവത്തിൽ ഇത് വരില്ലേ? ഞാൻ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് അധികം മുതിരാറില്ല. ഈ ആശയപരമായിട്ടാണ്, ഒരു നിലപാടുകൾക്കാണ്. ഒരു വ്യക്തി ഒരു അഭിപ്രായം ഒരു വിഷയത്തിൽ പറയുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നൊരു വിഷയം, അത് പൊതുവേ ഞാൻ സംസാരിക്കുന്ന വിഷയമൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയും പൊതുസമൂഹത്തിന് ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ മിത്രങ്ങൾ വളരെ കുറവാണ്. ശത്രുക്കൾ ആവശ്യത്തിലുണ്ട്. ആരാണ് എൻ്റെ ശത്രു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം എൻ്റെ പിതാവ് തമാശക്കെങ്കിലും പറയാറുണ്ട്, എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇന്നൊരു ശത്രുവിനെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഓരോ ദിവസവും ഓരോ ശത്രുവിനെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. തമാശയ്ക്ക് പറഞ്ഞാണ്. അതങ്ങനെയല്ല. അത് ഒരു ശത്രുത എന്ന് പറയുന്നത് ഇപ്പം പലതരത്തിലുള്ള ശത്രുതയുണ്ട്. ഒന്ന്, നമ്മളുടെ നിലപാടുകൾ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതൊരു വ്യക്തിപരമായ ഒരു ദേഷ്യമായി മാറാം. രണ്ടാമത് ജലസി. ഈ ജലസി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് പറയാമല്ലോ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു ഒറ്റ വിഷയമുള്ളൂ. നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. ഷുഡ് ബി എ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ജസ്റ്റ് കീപ് മൗം. സാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാകും എന്ന് കരുതുന്ന ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ അവർക്ക് ഒട്ടും ബോധ്യമല്ലാത്തതും അവർക്കറിയാത്തതുമായ കാര്യങ്ങളെപ്പറ്റി ഭയങ്കര വാചാലമായി സംസാരിക്കും. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ള കാര്യം ഒരു വിഭാഗ ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമായിരിക്കും. ഇപ്പോൾ ഒരു കർഷകരുടെ കാര്യമാണെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ശരികേടുണ്ടെങ്കിൽ ആ ശരികേട് ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ല ശരി, ഇതാണ് അതിൻ്റെ ശരി എന്നെനിക്ക് പറയാമല്ലോ. ഒരാൾക്ക് ഒരാളുടെ അഭിപ്രായം പറയാം. ഇതൊരു അറിയാമല്ലോ, ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു അല്ലേ? ഒരു പൗരസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് നമുക്ക് പറയാൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയും. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്കും അവകാശമുണ്ടല്ലോ പറയാൻ. അതല്ല ശരി, ഇങ്ങനൊരു ആംഗിൾ ഉണ്ടെന്ന് പറയാറേ ഉള്ളൂ. അത് വ്യക്തിപരമായി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല. ഞാൻ ഈ ശത്രുത അങ്ങനെ വെച്ച് പുലർത്തുന്ന ഒരാളല്ല. എനിക്ക് ശത്രുത ഇല്ലതാനും. ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. അതുപോലെ ചേട്ടൻ ഇപ്പോൾ പൊതുവെ ഒരു പരിധി വരെ ആൾക്കാർ
സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു പരിധി വരെ കുറച്ച് ലിബറൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയുക എന്നുള്ളിടത്ത് ചേട്ടൻ ധൈര്യമായിട്ട് ചേട്ടൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറയാറുണ്ട്. എല്ലാ സ്ഥലത്തും ചേട്ടൻ അത് പറയേണ്ട സ്ഥലത്തൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമ്മൾ സിനിമ പോലൊരു മേഖലയിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പറയുമ്പോൾ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും. അത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ സിനിമയിൽ നിൽക്കുന്നത്. എനിക്കെന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് സിനിമ ഒരു പാഷൻ മാത്രമാണ്. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നൊരു ഞാൻ ഇടതുപക്ഷം, ഈ ഇടതുപക്ഷം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നെഹ്റുവിൻ ആദർശങ്ങൾ പിൻപറ്റുന്ന വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിൽ നെഹ്റുവിൻ ആദർശങ്ങൾ ആരെങ്കിലും പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഇടതുപക്ഷമാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. വർഗീയതയ്ക്കെതിരായിട്ട് ആരെങ്കിലും സമരസപ്പെടാതെ വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ സെക്യുലറായിട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ അയാൾക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട്, അത് ഏത് പാർട്ടിയിലാണെങ്കിൽ പോലും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും മൈനോറിറ്റി അല്ല, ന്യൂനപക്ഷമാണ്. അതല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അതായത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട സാധാരണക്കാർ, ചുക്ക വലിക്കുന്നവർ, അല്ലെങ്കിൽ റിക്ഷക്കാർ, അല്ലെങ്കിൽ കർഷകർ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡൗൺ സമൂഹത്തിൽ ഒരുപാട് അകറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാൾ അതാരായാലും അവനൊരു ഇടതുപക്ഷ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറത്തേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു ഇടതുപക്ഷ സഹകാരിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. എന്തിനും മടിക്കണം? ഞാൻ ഒരു രാജ്യദ്രോഹമായ ഒരു കാര്യമല്ലല്ലോ ചെയ്തത്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാനോ അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ പുറത്തിലല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിപ്ലോമാറ്റിക് ആയേനെ. ഞാൻ ഡിപ്ലോമാറ്റിക് ആവാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്കെൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം നമ്മൾ ഡിപ്ലോമാറ്റിക് ആയാൽ പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടിമയായി പോകും. അതിൽ താല്പര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം പറയാം? അല്ല, ഒരുപാട് സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊന്നും വലിയ മൈൻഡ് കൊടുക്കാറില്ല. ഞാനത് കാര്യം ഞാൻ എൻ്റെ വഴി കൂടി അങ്ങ് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പം എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഇപ്പം താങ്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. താങ്കളെ വിയോജിക്കുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം, സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളോട് ആളുകൾക്ക് താല്പര്യമുണ്ട്, നമ്മൾ പറയുന്ന വിഷയങ്ങളോടാണ് താല്പര്യം, വ്യക്തിപരമായിട്ടുള്ളതല്ല. ഞാനൊന്നും വ്യക്തിപരമായിട്ട് എടുക്കാറില്ല. ഞാനൊരു ആശയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിന് എൻ്റെ നിലപാടുകൾ പറയത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും തഴയപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷെ അതിനകത്തൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. കാര്യം ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സിനിമ പാഷനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി പിന്നെയും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ ഈ പാഷൻ എല്ലാ ദിവസവും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്താ? ഐ ആം ദ ബെസ്റ്റ് എന്നുള്ള ചിന്തയാണ് ഫസ്റ്റ്. ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയിട്ട് ഞാനാണ് ഏറ്റവും നല്ല സുന്ദരൻ, എനിക്ക് എൻ്റെതായ കഴിവുണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. മനുഷ്യൻ ഇപ്പോൾ ഒരു കലാകാരന് ഭയങ്കര സെൻസിറ്റീവായിരിക്കും, സെൻറ്റിമെൻ്റലായിരിക്കും, സെൻഷ്വലായിരിക്കും, ഒരുപാട് വിഷയങ്ങളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കലാകാരന്മാർക്ക് ഒരു അല്പം വട്ടമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിവേസ്, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് വൈതരണികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കപ്പെട്ടേക്കാം. നമ്മളെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് അടുത്ത് നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ചവർ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ചതിക്കുന്നുണ്ടാവും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതിനെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. സിനിമ എന്നുള്ളത് ഇപ്പോൾ സിനിമയിൽ കയറി എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ സിനിമയിൽ കയറി ആയോ അവൻ സിനിമയിൽ കയറി കേട്ടോ, അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങുന്നത് ഒരു ഡൗളും കയറുന്നത് അപ്പുവാണല്ലോ. അപ്പോൾ ആ സിനിമയിൽ കയറാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്നെക്കാളുമൊക്കെ 1000 മടക്ക് കഴിവുള്ളവരാണ് പുറത്ത് നിൽക്കുന്നവർ. അവർക്കൊരു അവസരം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിവുള്ളവർ മുന്നോട്ട് വരും. അവർക്കതിനൊരു അവസരം, നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു അവസരം എന്തെങ്കിലും കിട്ടിയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് കയറാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരുമ്പോഴാണ്
ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നതും പുറത്തു നിന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഏതെങ്കിലും കലാസൃഷ്ടി എൻ്റേതല്ല ആരുടെ കലാസൃഷ്ടിയിലും കുറ്റം മാത്രം കണ്ടെത്തി സംസാരിക്കുക എന്നുള്ള അവരുടെയൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുമ്പോൾ മാനുഷികമായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് വരുന്നതാണ് ആ ഒരു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർ ഞാനതിന് ഉപദേശം കൊടുക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. കാര്യം എന്നെക്കാളും മിടുക്കരായിട്ടുള്ള ഫിലിം മേക്കേഴ്സാണുള്ളത്. ചിലരുടെയൊക്കെ സിനിമ കാണുമ്പോൾ ദൈവം ഇങ്ങനെ ഒരു ആംഗിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് പുതിയ പിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഈ മലയാള സിനിമയിൽ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും അന്യഭാഷാ ചിത്രങ്ങളോട് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പാഷനേറ്റായി എന്നെപ്പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ലോകമാണ് സിനിമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. സിനിമ അവരുടെയൊക്കെ ലോകമാണ് സിനിമ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കട്ടെ, സിനിമയിൽ ഇപ്പം സിനിമയുടെ ഒരു ഔട്ട്ലുക്ക് തന്നെ മാറി. അതായത് OTT റിലീസ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീരീസുകൾ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിൽ തന്നെ ഒരുപാട് സീരീസുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. വലിയൊരു സാധ്യതയല്ലേ അത് തുറന്ന് കാണിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ഒരിക്കലും പിന്നെ നശിക്കത്തില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം അവൻ്റെ ഹൃദയത്തിൽ ഈ ഇത്തരം വികാരങ്ങൾ, ഒരു സംഗീതം കേൾക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സൂത്തിങ് എഫക്റ്റ് വേറെ ഒന്നും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനെ കാണുമ്പോൾ ഏറ്റവും ആ ഒരു ഈ രണ്ട് പിന്നെ രീതികളുണ്ട്. അതായത് ആസുരകലയും ദൈവിക കലയും. സിനിമയൊക്കെ ആസുരകലയാണ്. ജീവിതമില്ലാത്ത ക്യാമറയുടെ മുന്നിൽ കറുപ്പിലും വെളുപ്പിനും അഭിനയിച്ച് തീർക്കുന്നൊരു സാധനമാണ്. അത് കുറേയൊക്കെ മെക്കാനിക്കലാണ്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഒരുപാട് സഹായമുണ്ട്. പക്ഷെ നാടകം അതല്ല. നാടകം ദൈവിക കലയാണ്. അത് തട്ടേ കയറിക്കഴിഞ്ഞാൽ അവരും പ്രേക്ഷകനുമായിട്ടുള്ള അകലം വളരെ കുറച്ചാണ്. ഒരു മുടിനാരയുടെ അകലം മാത്രമേ ഉള്ളൂ. നമ്മൾ വിഷ്വലി ചിലപ്പോൾ ദൂരെ ആയിരിക്കും, പക്ഷെ ആ പ്രേക്ഷകരിലേക്ക് അവൻ്റെ കഴിവ്, അവൻ പറയുന്ന കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതും അത് പ്രേക്ഷകനെ മതിക്കാൻ കഴിയുന്നതിലാണ്. അതാണ് ഞാൻ ദൈവിക കല എന്ന് പറഞ്ഞത്. ചിത്രരചന ഒരു ദൈവിക കലയാണ്, സംഗീതം ഒരു ദൈവിക കലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ, അതിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മീഡിയ, ആ വലിയ മീഡിയയിൽ പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം വെബ് സീരീസ് നമ്മൾ പണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ മൊബൈലിൽ നമുക്ക് സിനിമ കാണാം. നമ്മുടെ വീട്ടിൽ ഹോം തിയേറ്റേഴ്സായി. ഞാൻ പറയാം എല്ലാവർക്കും ആയി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അതുള്ള മാറ്റങ്ങളുണ്ടായി. പക്ഷെ എപ്പോഴും ഞാൻ പറയും സിനിമ എന്ന് പറയുന്ന കാഴ്ചയുടെ വസന്തം തീർക്കുന്ന തിയേറ്ററിലാണ്. ലോകത്ത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ഇടം എന്ന് പറയുന്ന തിയേറ്ററുകളാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, അവിടെ വലിപ്പച്ചെറുപ്പമില്ല, പണ്ടിരുന്നോ പാമരനോ ഇല്ല, ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് എല്ലാവരും ആ ഇരുട്ടത്തിരുന്നു കൊണ്ട് വെളിച്ചത്ത് കാണുന്ന ഒരു കലാരൂപം സിനിമയല്ലാതെ വേറെ എന്താ ഉള്ളത്? എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്നവൻ്റെ ജാതി ഏതാണെന്നോ രാഷ്ട്രീയം ഏതാണെന്നോ അവൻ പണ്ഡിതനാണെന്നോ അവൻ ജഡ്ജിയാണെന്നോ പോലീസ് ഓഫീസറാണെന്നോ ഡോക്ടറാണെന്നോ നോക്കുന്നില്ല. ഇപ്പുറത്തിരിക്കുന്നത് ഓട്ടോ എടുക്കുന്ന സാധാരണ ഒരു സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ കൂലിവേല ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കർഷകനായിരിക്കാം, അതും അല്ലെങ്കിൽ പിന്നെ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം. അപ്പോൾ ഒരു വലിപ്പച്ചെറുപ്പമില്ലാതെ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഇടം എന്ന് പറയുന്നത് തിയേറ്ററുകളാണ്. ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുനലൂർ, അമ്മ വീട് പുനലൂരാണ്. ഞാൻ അവിടെ നിന്നാണ് സിനിമകൾ കണ്ടു തുടങ്ങിയത്. ചന്ദ്ര ടാക്കീസ് ആയാലും രാമരാജ് ആണെങ്കിലും തായലക്ഷ്മി ആണെങ്കിലും ചെല്ലൻ ടാക്കീസ് ആണെങ്കിലും ആ ടാക്കീസുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും മണവും വേറെ ഏത് മൾട്ടിപ്ലക്സിൽ പോയാലും എനിക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇതെൻ്റെ അഭിപ്രായമാണ്, അതൊരു വിവാദമാക്കണ്ട. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമല്ലോ. നമ്മൾ കാഴ്ചയുടെ വസന്തം തീർത്തുകൊണ്ടിരിക്കുകയില്ലേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് കേരള ടോക്കീസ് എന്ന് പേരിട്ടത്. അപ്പം OTT റിലീസ് സിനിമകളോ അല്ലെങ്കിൽ ഒരു സീരീസോ ഒക്കെ ചേട്ടൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് തീർച്ചയായും OTT റിലീസ് എന്ന് പറഞ്ഞ റിലീസ് ഇല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഓവർ ദ ടോപ്പ് എന്നാണ് OTT പറഞ്ഞത്. അപ്പോൾ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി OTT വളരെ സജീവമായിട്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ OTTയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. AI വന്നു കഴിഞ്ഞു, സാങ്കേതിക വിദ്യ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെ നേരത്തെ സാറ്റലൈറ്റ് വാല്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഇപ്പോൾ OTT എടുത്താലായി എടുത്തില്ലേലായി. അതിൽ ഔട്ട്റൈറ്റിന് എടുക്കുന്നവരുണ്ട്, പേപ്പർ വ്യൂന്ന് എടുക്കുന്നവരുണ്ട്. നമ്മുടെ സിനിമയെ പറ്റി നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ വ്യൂവിന് കൊടുക്കുന്നത് നോൺ എക്സ്ക്ലൂസീവാണ്. ഇപ്പോൾ ലോകമെമ്പാടും കാണും അല്ലേ, ലോകമെമ്പാടുമുള്ള ആളുകൾ കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് OTT എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും OTTക്ക് വേണ്ടി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സീരീസും സിനിമകളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. സാർ ഒരുപാട് സിനിമകളിൽ സാർ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. സാർ സംവിധാനം ചെയ്ത സിനിമകളിൽ തന്നെ സാർ
നല്ല റോളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയാണെങ്കിലും അതിൽ ഒരു അസാധ്യ ക്യാരക്ടറാണ് സാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ രാജസേനൻ സാറിനെയൊക്കെ നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ രാജസേനൻ സാർ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സംവിധാനവും അഭിനയവും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ഫോക്കസ് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് എവിടെയോ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംവിധാനവും അഭിനയവും കൂടെ കൊണ്ടുപോകുമ്പം രണ്ടും കൂടെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ഇത്തിരി റിസ്ക് ഫാക്ടർ ഉള്ളതായിട്ട്, ഒരു റിസ്ക് എലമെന്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത്. ഇപ്പോൾ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി കൊതിച്ചു കിടക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ കമലഹാസൻ്റെ കൂടെ 8 വയസ്സിൽ അഭിനയിച്ച ഒരാൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കഥ നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൻ്റെ തിരക്കഥയോ കഥയോ ഞാൻ എഴുതിയാൽ മാത്രമേ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കൂ. കാര്യം എനിക്ക് വളരെ പരിചിതമാണ് ആ കഥാസന്ദർഭങ്ങളും കഥാപാത്രവും. മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ അല്ലാതെ മറ്റൊരാളുടെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡയറക്ഷനും അഭിനയവും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. 2, ഒരു കഥ വന്ന് ആ കഥ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ സിനിമയ്ക്ക് വേണ്ട താരങ്ങളെ കിട്ടുക എന്നുള്ളത് വലിയ ഘടകമാണ്. ഇപ്പം എൻ്റെ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഞാൻ അഭിനയിച്ച 2 Men പോലെയുള്ള സിനിമകൾക്ക് അത് വേറെ സതീഷാണ് ഡയറക്റ്റ് ചെയ്തത്. ഭാരത സർക്കസ് സോഹൻ സീനിലാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ആ സിനിമകൾക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അപ്ലോസ്, എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഒരു നിർമ്മാതാവ് വരുമ്പം. ഞാനിപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഞാനല്ല ആദ്യം അഭിനയിക്കായിരുന്നത്, വേറൊരു ആർട്ടിസ്റ്റാണ് ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിന് ദിവസങ്ങൾ തരാൻ 4 ദിവസത്തിൽ കൂടുതലില്ല. 4 ദിവസത്തിൽ കൂടുതലും നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. നിർമ്മാതാവിൻ്റെയും കൂടി അഭിപ്രായപ്പെടുന്നതാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം ആ സിനിമ ലെങ്ത് കൂടി എന്ന് പറഞ്ഞ് കുറച്ച് സോഷ്യൽ മീഡിയയിൽ അറ്റാക്കൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ചിരിയ വരുന്നത് കാര്യം ആ സിനിമ ആമസോൺ എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ലേക്ക് എന്ന് പറഞ്ഞ സിനിമ കഥ എഴുതിയത് ഞാനാണ്. തിരക്കഥയും സംഭാഷണവും ജുബിൻ ജേക്കബാണ് എഴുതിയത്. അപ്പോൾ ഈ കഥയും കഥാപാത്രങ്ങളും എനിക്ക് ഭയങ്കര പരിചിതമാണ്. ഇത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ സിനിമ എങ്ങനെ വേണമെന്ന്. ആക്ച്വലി ഈ സിനിമയ്ക്കും ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് വേറൊരാളെ ആലോചിച്ചപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനം എടുപ്പിച്ചത് എൻ്റെ ഇൻവെസ്റ്റേഴ്സാണ്, അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല വ്യക്തിപരമായി. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കെ സതീഷ് ചെയ്യുന്ന അടുത്ത പടത്തിൽ കഥാവംശം എൻ്റെ ഉണ്ടായിരുന്നൊരു കഥയാണ്, റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സതീഷ് ഡയറക്റ്റ് ചെയ്ത് ഞാൻ അഭിനയിച്ചോളാം. അത് ഞാൻ ഒരിക്കലും കഴിവതും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിനകത്ത് അഭിനയിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യത്തില്ല. കഴിവതും ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. ഈ 2-3 സന്ദർഭങ്ങൾ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം. ഇപ്പോൾ അയ്യർ ഇൻ അറേബ്യ ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ ആയിരുന്നു, ഞാൻ അഭിനയിച്ചില്ല. ഞാൻ അതിനകത്ത് ഒരു സീനിൽ മാത്രമാണ് വന്നത്. അത് ഉർവശി ചേച്ചി മോശമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ രഞ്ജി പണിക്കരെയാണ് ഉദ്ദേശിച്ചത് ഗസ്റ്റായിട്ട്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇവർ പറഞ്ഞത് നിഷാദ് തന്നെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുന്നുള്ളൂ, ഒറ്റ സീനിലേ ഉള്ളൂ. അല്ലാതെ എനിക്കത് നിർബന്ധമേ ഇല്ല. അങ്ങനെ ഫോക്കസ് ഒന്നും പോകത്തില്ല. ഇപ്പോൾ രാജസേനായിരുന്നു അദ്ദേഹം ഒരുപാട് സൂപ്പർ ഹിറ്റ് സംവിധാനം ചെയ്തതാണ്. ജയറാമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം നായകൻ. അപ്പോൾ അതിന് അവർ തമ്മിൽ എന്തോ റിഫ്റ്റൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഇപ്പം ഇതൊക്കെ ഹിയർസേയോ അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ അയ്യർ ഇൻ അറേബ്യയുടെ കാര്യം പറഞ്ഞതിനോട് കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്യട്ടെ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് കുറച്ച് സിനിമകൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു കൗണ്ടറായിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം ലോക പോലൊരു സിനിമയൊക്കെ നമുക്കത് കോസ്റ്റ് കുറച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അതായത് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കോസ്റ്റ് കുറച്ച് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഞാനത് പറഞ്ഞത് കോസ്റ്റ് കുറച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളത് വേറെ രീതിയിൽ എടുക്കരുത്. ഓക്കെ, ഇപ്പോൾ ലോക പോലൊരു സിനിമ അല്ലെങ്കിൽ KGF പോലൊരു സിനിമ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പക്ഷേ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന സബ്ജക്റ്റുകൾ കോസ്റ്റ് കുറച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഘടകമാണല്ലോ. അപ്പം കേരളത്തിൽ നമുക്ക് പാൻ ഇന്ത്യൻ രീതിയിലേക്ക് മലയാളം വരുന്നുണ്ട്, സന്തോഷം. എന്നിരുന്നാൽ പോലും തമിഴിനോ ഈവൻ കന്നഡയ്ക്കോ അല്ലെങ്കിൽ തെലുങ്കിനോ ഉള്ള മാർക്കറ്റ് നമ്മുടെ പടത്തിനില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കൊള്ളാം, ഇതിന് ആവശ്യമുള്ളത് ചെയ്യാം.
അതായത് ഷൂട്ടിംഗ് അതായത് കഥ ആവശ്യപ്പെടുന്ന അതിനുള്ള എല്ലാ കോസ്റ്റിനും ഞാൻ പറയുന്നത്, എൻ്റെ സിനിമയിൽ 7 മണിക്ക് ഞാൻ ഫസ്റ്റ് ഷോട്ട് വെക്കും, രാവിലെ 7-7:30. അത് കഴിഞ്ഞിട്ട് ബ്രേക്കുള്ളൂ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്. ആ 7-നും 7:30ക്കും വരുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ വെക്കാറുള്ളൂ. കറക്റ്റായിട്ട് കാര്യം മനസ്സിലായില്ലേ? 7 മണിന്ന് വെച്ച് 12 മണിക്ക് വരുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ഞാൻ പടം ചെയ്യാറില്ല. മനസ്സിലായ കാര്യം? അപ്പം ഞാൻ ആർട്ടിസ്റ്റുകളെ മാത്രം കുറ്റം പറയാല്ല. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, എല്ലാത്തിനും ഒരു ചിട്ട വേണം അല്ലേ? ഇപ്പോൾ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 9 മണി വരെ പോയി കഴിഞ്ഞാൽ 2 കോൾ ഷീറ്റിലായിട്ട് നമുക്ക് കാര്യം തീർക്കാം. അതേസമയം ഒരു 11 മണി ഡിസിപ്ലിൻഡ് ആയിരിക്കണം സെറ്റ്. 11 മണിക്കോ 12 മണിക്കോ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര സീൻ തീരും? ഞാൻ പൊതുവെ കുറച്ച് ഫാസ്റ്റാണ്. എത്ര സീൻ തീരും? ഷൂട്ടിംഗ് ഡേയ്സ്, ഒരു ദിവസത്തെ ഷൂട്ടിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 3.5-4 ലക്ഷം രൂപകളിൽ മേളിലോട്ടാണ്. അതിൽ കുറച്ചൊന്നും ഇപ്പോൾ പക്ഷെ ഞാൻ അതേ സാധനം തന്നെ 2.5 രൂപയ്ക്ക് 2.25 ഞാൻ തീർത്തിട്ടുണ്ട്. അത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എങ്ങനെ ചെയ്യണം. കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റുകളും എൻ്റെ അടുത്ത് സഹകരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം മാറിപ്പോയി കഴിഞ്ഞാൽ ഷൂട്ട് ഡേറ്റ് എത്രയാവും? നമ്മൾ 25-30 ദിവസം ഒരു സിനിമ പ്ലാൻ ചെയ്തു, ഇതേപോലെ സമയത്ത് നടന്നില്ല. നാച്ചുറൽ കലാമിറ്റീസ് വിട്, ഇപ്പം മഴയായാലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ സഹകരിക്കേണ്ടവർ സഹകരിക്കുക. അപ്പോൾ ഒരു 30 ദിവസം 3.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ എന്ന് വെച്ചോ, 1,20,00,000 രൂപയായി. ആ 30 ദിവസം ഇതുപോലെ താമസിച്ചും പിടിച്ചൊക്കെ പോകുമ്പോൾ അത് 50 ആവും. അപ്പോൾ 20 ആകുമ്പോൾ 80 ലക്ഷം രൂപ കൂടിയോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കോസ്റ്റ് കുറയ്ക്കുന്നതിലും ഒരു അച്ചടക്കം വേണം, ഒരു ഡിസിപ്ലിൻ വേണം എന്നുള്ളത് പറയുന്നത്. പിന്നെ താരമൂല്യങ്ങൾ ഉണ്ട്. താരമൂല്യം ഉള്ളതുകൊണ്ടാണ് താരങ്ങളുടെ അടുത്ത് നമ്മൾ പോകുന്നത്. പക്ഷേ മലയാള സിനിമയ്ക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റുണ്ട്, ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കാവുന്ന ഒരു ബഡ്ജറ്റ്. അത് അവരുമായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരൊക്കെ സഹകരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ടോപ്പ് ലെവലിലെ ആളുകളല്ല, അല്ലാതെ ഉള്ള ആളുകളൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ബഡ്ജറ്റഡ് മൂവീസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു കോംപ്രമൈസും ഇല്ലാതെ. ടെക്നിക്കലായിട്ടോ മേക്കിങ്ങിലോ കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ചില സിനിമകൾ അധികം ഹിറ്റ് ആവാതെ വരുമ്പോൾ ചേട്ടനൊരു റീതിങ്കിങ് ഉണ്ടായിട്ടുണ്ടോ? അതായത് കോസ്റ്റ് കുറച്ചും കൂടെ കൂട്ടായിരുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആർട്ടിസ്റ്റിനെയൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് നന്നായി പോകുമായിരുന്നു എന്നൊരു തോട്ട് എപ്പോഴെങ്കിലും? അല്ല, അങ്ങനെ തോട്ടല്ല. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയാണ്. ഞാനും ഒരു പ്രൊഡ്യൂസർ ആയിരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഇതുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് എനിക്ക് കിട്ടുന്ന ആളുകൾ വെച്ചല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ക്യാരവൻ്റെ പുറകെ പോയി കാത്തിരിക്കാൻ വയ്യ. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നാളെ വാ, മറ്റന്നാൾ വാ, എനിക്കിന്ന് മൂഡില്ല, ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാം, അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാനതിന് തയ്യാറല്ല. എനിക്കത് തീരുമാനം എടുക്കാമല്ലോ. ചേട്ടൻ്റെ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ അതിൻ്റെ താഴത്തെ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻസിൻ്റെ കൂട്ടത്തിൽ ടു സമ്മപ്പ് എല്ലാവരും ഇപ്പം എന്താ പറയുക, എല്ലാവരും എടുത്ത് പറയുക അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളൊന്നും തന്നെ ഹിറ്റല്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഹിറ്റല്ല, അപ്പോൾ പിന്നെ അദ്ദേഹം എന്ത് അഭിപ്രായം പറയുന്നു എന്ന് ചോദിക്കും. അതായത് അപ്പോൾ യൂട്യൂബ് കമൻറ്റ് സെഷൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ലേറ്റസ്റ്റ് ഒരു ഹിറ്റ് സമ്മാനിച്ചാൽ മാത്രമേ അയാൾക്ക് അഭിപ്രായം പറയാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ആ കമന്റ് സെഷൻ പോവുക യൂഷ്വലി. അതിന് നല്ല മറുപടി ഞാൻ പറയാം. ഒന്ന്, ഇപ്പോഴാണ് എനിക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെട്ടത്, നല്ല മറുപടി പറഞ്ഞുതരാം. അത് കേൾക്കുന്നവർ കേൾക്കട്ടെ. 2-3 കാര്യങ്ങളാണ്. ഒന്നത് ഈ കമൻസ് ഞാൻ കാണാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആ സഹതാപം അർഹിക്കുന്ന ആ പാവങ്ങളുടെ ഫ്രസ്ട്രേഷനാണ്. എൻ്റെ സിനിമ ഓടിയില്ല എന്നുള്ളതല്ലല്ലോ അവരുടെ വിഷയം, ആണോ? അവരുടെ വിഷയം എന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്, ഞാൻ പറഞ്ഞ നിലപാടിനോടെതിരെയുള്ള. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അങ്ങാടി ഭാഷയിലൊക്കെ പറയുന്നത് തോക്കാൻ പിന്നെ മറുപടി ഇല്ലാതെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും പിടിച്ച് വാരി നിൽക്കുക എന്നുള്ളതാണ് സംഭവം. അത് നിർലോഭം തുടരട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പൊട്ടിയ പടം വെച്ചിട്ടാണ് വരുന്നത്. എൻ്റെ പടം ഓടുന്നോ ഓടാതിരിക്കുന്നോ രണ്ടാമത്തെ കാര്യമാണ്. യൂട്യൂബിലെ പിന്നെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ, ഞാൻ ഇപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് കോഴിക്കോടൻ ഉൾപ്പെടെയുള്ള പ്രേംചന്ദ് ഉൾപ്പെടെയുള്ള വലിയ റിവ്യൂവേഴ്സിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന സാറന്മാർ പറയുന്നത് അവരുടെ ഇഷ്ടമുള്ള സിനിമകളെ പറ്റിയാണ്.
അവർക്ക് ഇഷ്ടമുള്ള പറയാം. അവരുടെ അപ്പം നമ്മൾ ഒരിക്കലും നമ്മളുടെ ബ്രെയിൻ പണയപ്പെടുത്താൻ പാടില്ല മറ്റുള്ളവർക്ക് വേണ്ടി. അയാൾ പറയുന്ന കേട്ടുകൊണ്ട് പോകാനാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം പോയില്ല കുട്ടി. അത് ഓരോരുത്തർ ആലോചിക്കണം. 2, എനിക്ക് എൻ്റെ സിനിമകൾ മോശമാണെന്ന് ചിന്തയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതെന്നുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പകല് പോലെ സിനിമയോ വൈരം പോലെയുള്ള സിനിമയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു പടം, ഒരു ക്രാക്ക് മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തു. അത് ജനറൽ സൈക്കോളജിയാണ്. അതിനെ അസൂയ എന്ന് പറയും. അത് നമുക്കൊരിക്കലും അതിന് മരുന്നില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കമൻറ്റ് ധാരാളമായി നെഗറ്റീവ് അടിക്കുക, ഞാനിതൊന്നും കാണാറേ ഇല്ല. ഐ എം ലീസ്റ്റ് ബോതേർഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അവരവരുടെ സന്തോഷമല്ലേ. അവർക്ക് ഞാൻ കാരണം എന്നെ തെറി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഹൈ ഉണ്ട്. മനസ്സിലായില്ലേ? ആ മയക്കുമരുന്നിന് അവർ അടിമപ്പെട്ടോട്ടെ, അവർ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ് അത് പറയാനുള്ളത്. ഞാനതിനെ എതിർക്കാൻ പാടില്ല. അവരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളൊരു ഇടം. ഞാൻ കാരണം അവർക്ക് കുറച്ച് സന്തോഷം വരുന്നു, അവരെന്നെ കുറേ തെറി പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു മനസ്സന്തോഷം, അത് നല്ലതല്ലേ, പറഞ്ഞോട്ടെ. ഓക്കെ ചേട്ടാ, ഇപ്പോൾ അതായത് PR ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൂടുതൽ വർക്ക് ചെയ്യിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യം. അപ്പം ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ, ഡയറക്റ്റ് ചെയ്ത സിനിമകൾ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ വരുന്ന സിനിമകളിലൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ചേട്ടൻ ഫോക്കസ് ചെയ്യുക? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എനിക്കങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല. എൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനുള്ള എല്ലാ മീഡിയയും ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഈ ലൈക്ക് പർച്ചേസ് ചെയ്യേണ്ട ആളല്ല. റീൽസിൽ ജീവിക്കുന്നതാണ്. നമ്മൾ റീലൊക്കെ സന്തോഷം തോന്നുമ്പോൾ ഇപ്പോൾ വലിയൊരു തൂക്കുപാലത്തിൻ്റെ മുമ്പിൽ എൻ്റെ നാടാണ്, അവിടെ പോകുമ്പോൾ റീലെടുക്കും. ഇതൊക്കെ സന്തോഷം, നമ്മുടെ സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി ഇല്ല. എൻ്റെ സിനിമകൾ നല്ലതാണെങ്കിൽ നിരൂപക പ്രശംസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സിനിമകൾ മോശമാണെങ്കിൽ അതിനെ ഭയങ്കരമായി കീറി മുറിക്കുന്ന ഒരു വിഭാഗവും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്തുന്നവരുമുണ്ടെന്ന് വളരെ ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ സിനിമയെ വളരെ മോശമായി തേജോവധം ചെയ്ത ആളുകളുടെ ഇടയിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ആ സിനിമ കണ്ടിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നീട് ഇതേ ആൾ തന്നെ വേറൊരു സിനിമ കണ്ടിട്ട് അതിനെ മഹത്തരമാക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായമോ ജലസി കൊണ്ടോ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അതൊരു വിഷയമേ അല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവരുടെ ഇഷ്ടമല്ലേ. അതുകൊണ്ടൊരു സ്ട്രാറ്റജിയോ PR വർക്കോ ഇവരുടെ ആരുടെയും പുറകെ പോയിട്ട് നല്ലത് പറയാനോ പറയിപ്പിക്കാനോ ഞാൻ തയ്യാറില്ല. അതിൻ്റെ ആവശ്യമില്ല. താല്പര്യമുള്ളവർ കണ്ടോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർ അംഗീകരിക്കട്ടെ. അവർ എന്നെ പിന്നെ എന്താ പറയുക, പ്രശംസകളുടെ പൂക്കൾ കൊണ്ട് മൂടിയാലും അതുപോലെ തന്നെ എന്നെ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ എടുത്ത് എഴിഞ്ഞാലും ഞാൻ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കമൻസ് വെച്ചിട്ട് കമൻ്റ് കൊണ്ട് ഞാനങ്ങ് ഇല്ലാതായി പോകുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ മൂഢന്മാരുടെ സ്വർഗത്തിലാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഓക്കെ, ചേട്ടൻ സിനിമകളിൽ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ചില സാഹചര്യം കൊണ്ട് അങ്ങ് അഭിനയിക്കേണ്ടി വരികയാണ് ചില സമയത്ത് എന്ന്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ആക്ടർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പം ആസ് ആൻ ആക്ടർ ചേട്ടൻ ഒരു കണ്ടന്റ് തോന്നിയ ഒരു ക്യാരക്ടർ ഏതാ ഇതുവരെ ചെയ്തതിൽ? അത് ട്യൂമനിലെ അബൂബക്കർ തന്നെ. ട്യൂമനിലെ അബൂബക്കർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജസ്റ്റിസായിട്ടോ എൻ്റെ ഇതുമായിട്ടോ എനിക്ക് അതിനകത്തൊരു അക്ലമേഷൻ കിട്ടിയതാണ്. ഞാൻ എൻ്റെ PR വർക്ക് വളരെ മോശമാണ്. ഇപ്പോൾ ഈ വാടക്കേടത്തമ്മ അവാർഡ് കിട്ടിയാൽ പോലും സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുന്ന കാലഘട്ടം ഇത്. എനിക്ക് ക്രിട്ടിക്സ് കിട്ടിയിട്ടും യുണൈറ്റഡ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ദുബായിൽ ആ സിനിമയിൽ അവിടുന്ന് എനിക്ക് ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ ആക്ടർ എന്ന നിലയിൽ അവാർഡ് കിട്ടി. ഞാൻ ആകെ എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇട്ടതെന്നല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. എനിക്ക് താല്പര്യമില്ല. ഈ അഭിയൊക്കെ വരുമ്പോൾ വരട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളിപ്പോൾ ആക്ടർ എന്ന നിലയിൽ പറയുന്നുണ്ടോ, എനിക്ക് പറ്റും, എനിക്ക് പോർട്രേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാനൊരു ഗംഭീര ആക്ടറാണെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് ഇനി ഇത്രയും ക്രിട്ടിക്സ് ഉണ്ടായിട്ട് പോലും ആക്ടിങ്ങിന് ആരും ഇതൊരു കുറ്റം പറഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും തമാശ തോന്നിയ ഒരു സംഭവം ഒരാൾ എഴുതിയിരിക്കുകയാണ്. അത് M.A. നിഷാദ് തെറ്റില്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ എന്തിനാ അഭിനയിച്ചത് ചോദിക്കുന്നത്.
അതിലെനിക്ക് മനസ്സിലായി അയാൾ എന്തിനാ അഭിനയിച്ചാൽ ചോദിക്കുന്നത്. അയാൾ അത് ഓക്കെ, അയാൾ ആ ക്യാരക്ടർ നന്നായിട്ട് അയാൾ പോർട്രേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾ എന്തിനാ അഭിനയിച്ചത്, അയാൾ സംവിധാനം ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അയാളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ എനിക്ക് ചിരിയാ വന്നത് സത്യം പറഞ്ഞാൽ. അല്ലെ അയാൾ പറയണം അയാൾ മോശമായിട്ട് ചെയ്തു എന്ന് പറയണം, അങ്ങനെയാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. ഇതല്ല. അപ്പം അങ്ങനെ വരുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നാറുണ്ട്. കാര്യം കൊള്ളേണ്ടടുത്തത് കൊണ്ടു എന്നുള്ളതാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഫീൽഡ് പിന്നെ അത്ര എളുപ്പമല്ല പിടിച്ചിരിക്കാൻ. ഈ ഫീൽഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പലതരം ആളുകളുണ്ട്. ഒരാൾ കയറി വരുമ്പോൾ ഈ ഞണ്ടിൻ്റെ സ്വഭാവം, ഈ ഞണ്ട് കയറുമ്പോൾ ബാക്കിയുള്ള ഞണ്ടെല്ലാം പിടിച്ച് താഴെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും എക്സിസ്റ്റൻസിൻ്റെ ഒരു ഫീൽഡാണ്, എല്ലാവർക്കും എവിടെയെങ്കിലും എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഫ്ലോറിലിരുന്ന് അഹങ്കാരത്തോടെ പറയാം, ഒരാളുടെ വളർച്ചയ്ക്ക് എതിര് നിൽക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. എനിക്കതുകൊണ്ട് പിന്നെ ദൈവം സഹായിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോഴും സിനിമ ചെയ്യുന്നില്ലേ, സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നില്ലേ. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആക്ടർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അബൂബക്കറാണ്. അബൂബക്കറിന് കിട്ടിയ ഒരു അപ്ലോസ് പ്രവാസികളുടെ ഇടയിലും മറ്റുമൊക്കെ കിട്ടിയത് എനിക്കത് മറക്കാൻ പറ്റില്ല. ഇനിയൊരു കഥാപാത്രം ഇപ്പം ലേക്കിൽ ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതിലൊരു ഡാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സർജനായിട്ടാണ് വന്നിരിക്കുന്നത്. മൃഗങ്ങളെ മയക്കൊടി വെക്കാൻ അയാളുടെ രീതി, അയാളുടെ ജസ്റ്റേഴ്സ്, അയാളുടെ കോസ്റ്റ്യൂംസ്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഇപ്പോൾ എൻ്റെ റൈറ്റർ ജുബിൻ ജേക്കബ്, അയാൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതാണ്, റെസ്ക്യൂ ഓപ്പറേറ്ററാണ് അയാൾ ഇതുപോലെ ഈ വനമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഓരോരുത്തരുടെ രീതികളും കാര്യങ്ങളൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആ കോസ്റ്റ്യൂംസ് പോലും ഡിസൈൻ ചെയ്യൽ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ ലേക്കിലെ ജയറാം കല്യാൺ എന്നുള്ള ക്യാരക്ടറാണെങ്കിലും അബൂബക്കർ ആണെങ്കിലും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഐസക് മാമൻ എന്ന് പറഞ്ഞ DYSP ക്യാരക്ടർ എനിക്ക് വളരെ പരിചിതമാണ്. കാര്യം എൻ്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ അതേപോലെ ഞാൻ പോർട്രേ ചെയ്യുകയാണ്. ഞാനെപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത്, അബൂബക്കർ പോലും എനിക്ക് എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന പ്രവാസിയായിരുന്ന, സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സഹോദരൻ. അദ്ദേഹം പിന്നീട് ടാക്സി ഓടിച്ചു നാട്ടിൽ വന്നപ്പോൾ. അദ്ദേഹത്തിൽ ആ ക്യാരക്ടറിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടാണ് അബൂബക്കർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഐസക് മാമനും ജയറാം കല്യാൺ എനിക്കൊട്ടും പരിചിതമല്ലാത്ത ആളാണ്. ഇനി ചെയ്യാൻ പോകുന്ന സതീഷിൻ്റെ പടത്തിലെ ക്യാരക്ടറായിരിക്കും ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ ആക്ടർ എന്ന നിലയിൽ ഏറ്റവും വെല്ലുവിളിയാവാൻ പോകുന്നത്. ഒരു ആൻ്റണി എന്നൊരു കഥാപാത്രമുണ്ട്. അയാളായിരിക്കും ഏറ്റവും, എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ അതായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ സിനിമ അഭിനയത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടന് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇപ്പം അമ്മയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അതെന്താ? എനിക്കങ്ങനെ തോന്നിയില്ല. അമ്മയിലിപ്പോ എന്താ പറയാ, അതിന്റെ തലപ്പത്ത് കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തിയിരുന്നു, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്റെ ഒരു ടേക്ക് എന്താ കാര്യത്തില്? തീർച്ചയായിട്ടും. കാര്യം സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. ശ്വേതാമേനോന് അതിനുള്ള കഴിവുണ്ട്, കുക്കുവിനും അതിനുള്ള കഴിവുണ്ട്. അവരൊക്കെ മുന്നോട്ട് വരട്ടെ. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമല്ലേ. ചേട്ടൻ സിനിമ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സിനിമ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആക്ടർ ഒരു വലിയൊരു റെന്യൂമറേഷൻ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ആ പ്രൊഡ്യൂസറിന്. അല്ലെങ്കിൽ ആ ടൈമിൽ ഹാഫ് റെന്യൂമറേഷൻ കൊടുക്കുക, അതിനുശേഷം സിനിമ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1 crore ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 50 കൊടുത്തിട്ട് സിനിമ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ചേട്ടൻ്റെ സിനിമയിൽ എപ്പോഴെങ്കിലും ഇതൊന്ന് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ ചെയ്ത പടത്തിൽ എൻ്റെ സൗഹൃദം, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പടം എല്ലാവർക്കും ഞാൻ ചെയ്തു കഴിഞ്ഞ പടമാണ്. അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും, മഞ്ജു പിള്ളയാണെങ്കിലും പ്രശാന്ത് അലക്സാണ്ടർ ആണെങ്കിലും ജാഫ്രിഡിക്ക് ആണെങ്കിലും സൈജു കുറുപ്പാണെങ്കിലും അജു ആണെങ്കിലും എല്ലാവരും ഞാൻ പറഞ്ഞു ഇതിങ്ങനത്തെ ഒരു സിനിമയാണ്, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, എനിക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്രയേ തരാൻ പറ്റൂ, ഓക്കെയാണ് പറഞ്ഞത്. അവരൊന്നും എതിർക്കാറ്. ക്യാരക്ടേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ടീം ഉണ്ടാക്കുന്നതല്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ വെക്കാറ് എൻ്റെ സിനിമകളിൽ. എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നവരുമായിട്ട് വെറുതെ എന്തിനാ ഒരു ശത്രുത ഉണ്ടാക്കുന്നത്? ഞാനത് സമ്മതിക്കില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു ശത്രുത ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പലരും വിളിക്കാറില്ല. 1-2 പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവരുമായിട്ട് ഐ വിൽ ഓൾവേസ് കീപ്പ് അവേ ഫ്രം ദം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനതൊരു ബഹളം ഉണ്ടാക്കാറോ പ്രശ്നം ഉണ്ടാക്കാറോ പോകുന്നത്. ടെക്നീഷ്യൻ ആയാലും ശരി, ആർട്ടിസ്റ്റ് ആണെങ്കിലും ശരി. ടെക്നീഷ്യന്മാരാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം ഞാൻ കൊണ്ടുവന്ന് ഞാൻ കൈപിടിച്ചുയർത്തി സ്ഥിരമായി എൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തിരുന്നവരും
പുതുതായിട്ട് വരുന്ന പുതിയ ചെറുപ്പക്കാരെയൊക്കെ ഏത് ഫീൽഡ്, ക്യാമറ ആണെങ്കിലും ഏത് ഫീൽഡിലും ഞാൻ കൊണ്ടുവന്നവരോടൊക്കെ എന്നെ മാറി നിന്ന് എനിക്കിട്ട് പണി തന്നിട്ടുണ്ട്. അത് സിനിമയിലുള്ളതാണ്, അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ ഒരു സിനിമയുടെ ബഡ്ജറ്റിൽ 50% പോകുന്നത് ഈ സാലറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, ശമ്പളത്തിലാണ്. അത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി വലിയ സിനിമകൾ, കുറച്ചുകൂടി സാങ്കേതിക മികവോടുകൂടി നമ്മളൊരു ഡയറക്ടർ ഒരിക്കലും ഒരു ഡയറക്ടർ അയാളുടെ മനസ്സിൽ കാണുന്ന പോലെ ഒരു ഷോട്ട് വെക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ ഏത് ഡയറക്ടറായിട്ട് സിനിമ കണ്ടുകഴിഞ്ഞിട്ട് കുറച്ചും കൂടി നന്നാക്കായിരുന്നു തോന്നൽ വരും. അതെല്ലാവർക്കും ഉള്ളതാണ്. ഒരു കംപ്ലീറ്റ് അല്ലല്ലോ ഒരു കലാസൃഷ്ടി, ഒരിക്കലും ഒരു കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെന്തെങ്കിലും ഇനിയും ചെയ്യാനായിട്ടുള്ളൊരു ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഞാൻ ഈ ചിലരോട് പറയാറുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബഡ്ജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ, അതിൻ്റെ 50% നിങ്ങൾ മേടിക്കുക. പടം ഓടിക്കഴിഞ്ഞാൽ ബാക്കിയും കൂടി നിങ്ങൾക്ക് കിട്ടും. പടം ഓടിയില്ലെങ്കിൽ ഈ കാശ് നിങ്ങൾക്ക് പോത്തില്ല. 50% നിങ്ങൾക്ക് കിട്ടിയല്ലോ, ആ 50% റിസ്ക് നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നല്ലൊരു ഫെയർ ഡീലല്ലേ? ഇനിയിപ്പോൾ ഈ പൈസ ഈ പടം ഓടി ഇവർക്ക് 1 കോടി രൂപ, ഇപ്പം താങ്കൾ ചോദിച്ചാൽ 1 കോടി രൂപ ശമ്പളമുള്ള ആർട്ടിസ്റ്റ്, ആ പടം ഓടിയാൽ അടുത്ത പടം അയാൾ 2 കോടിയാക്കും. ആ പടം പൊട്ടിയാലും അടുത്ത പടം അയാൾ 2 കോടിയാക്കും. അടുത്ത പടം പൊട്ടിയാൽ അയാൾ 50 ലക്ഷം ആക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എൻ്റെ സംഭവം. അപ്പോൾ ടീം വർക്കല്ലേ, എല്ലാവരോടും സഹകരിച്ചാൽ ഈ ഇൻഡസ്ട്രി നിന്ന് പോകും. ഒരു സിനിമ നടക്കുമ്പോൾ ഏകദേശം 100-125 കുടുംബങ്ങളല്ലേ കഴിഞ്ഞു പോകുന്നത്. അതുകൂടി മനസ്സിലാക്കണ്ടേ? ഇതൊരു തൊഴിലിടമല്ലേ? ചേട്ടാ, ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരു സാധനം ചോദിക്കട്ടെ. ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണല്ലോ, ആദ്യം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. ചേട്ടൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നു കാര്യങ്ങൾ പറയുന്നേക്കോ? ഒന്നുമല്ല, എന്നിൽ നിന്ന് വിവാദമുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം അതൊക്കെ എനിക്കറിയാം. പറ. ഇതല്ല, ഇത് ഞാൻ പ്ലെയിൻ ആയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുക. അതായത് നമ്മളിങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വ്യക്തമായ നിലപാട് അല്ലെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാ? അതായത് ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, സിനിമയിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ക്ലോസ് ഫ്രണ്ട്സ്, യാത്രകൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സിനിമയിൽ എനിക്ക് വളരെ കുറവാണ് സുഹൃത്തുക്കൾ. ഇപ്പം എൻ്റെ സിനിമയിൽ മധുസാറ് മുതൽ ഇങ്ങേറ്റം ആസിഫിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ വരെ ഏകദേശം 164 താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് പേരോട് മാത്രമേ എനിക്ക് സൗഹൃദം. ഇപ്പോൾ സുധീർ കരമനയൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ആളാണ്, ബാബുജന, അതങ്ങനെ കുറച്ച് പേരുണ്ട്, ചെറിയാങ്കൽപ്പാടി. അപ്പോൾ എനിക്ക് സൗഹൃദങ്ങൾ വളരെ 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 കുറവാണ് സിനിമയിൽ. മഞ്ജു പിള്ള എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ ഒരു സൗഹൃദങ്ങൾ എന്ന് പറയാൻ. എന്നാൽ ഇവരെയൊക്കെ എല്ലാവരും ഇപ്പോൾ സുധീറുമായിട്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രശാന്ത് അലക്സായിട്ട് ഇടയ്ക്ക് സംസാരിക്കുക. അപ്പം അങ്ങനെ കുറച്ച് പേര് മാത്രമേ എൻ്റെ ഒരു സൗഹൃദങ്ങളിലുള്ളൂ. ടെക്നീഷ്യൻസ് ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെ. പിന്നെ എൻ്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് സിനിമയ്ക്ക് പുറത്താണ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് എൻ്റെ സൗഹൃദം. എനിക്ക് രാഷ്ട്രീയത്തിലാണെങ്കിലും എനിക്ക് ബിസിനസ് മേഖലയിലാണെങ്കിലും പുറത്ത് ആണെങ്കിലും എൻ്റെ സൗഹൃദങ്ങൾ വളരെ വലുതാണ്. ഞാൻ സിനിമയിൽ ഈ പറയുന്ന വലിയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടങ്ങൾക്കോ ഒന്നും ഞാൻ പോകാറില്ലാത്തത് എൻ്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വരില്ല. ഐ ഓൾവേസ് കീപ്പ് അവേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ട് എന്താണെന്ന് എന്നെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ. എനിക്ക് വളരെ വിശാലമായ സൗഹൃദങ്ങളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ കസിനുണ്ട് നിയാസ്, ആൻഡ് ഈസ് മൈ ബെസ്റ്റ് ബഡി. ചെറുപ്പം മുതലുള്ള അടുപ്പമാണ്. അതായത് ഒരേ അടുത്തടുത്ത തൊട്ടിൽ കിടന്നുകൊണ്ടുള്ള ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ പ്രായം മുതലുള്ള അടുപ്പമാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. കുവൈറ്റിലുള്ള എബി മാമനുണ്ട്, മനോജുണ്ട്, അങ്ങനെ ഒത്തിരി പേര് എൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. പൊളിറ്റീഷ്യൻസും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗഹൃദ വലയത്തിൽ സമ്പന്നമാണ് ഞാൻ. പിന്നെ യാത്രകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ എല്ലായിടത്തും അപ്പോൾ ചിലപ്പം തമിഴ്നാട്ടിലേക്ക് ഒരു ഡ്രൈവൊക്കെ നടത്തും. അപ്പോൾ എനിക്ക് എന്തായാലും ഇളയരാജയുടെ പാട്ട് വേണം, SPBയുടെ പാട്ട് വേണം. പിന്നെ ഞാനൊരു ഒരു കാര്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം ദളപതിക്ക് ശേഷം, അല്ല ഞാൻ എല്ലാ കാര്യത്തിലും ഭാഗ്യവാനാണ് കേട്ടോ, അത് ദൈവത്തെ മറന്ന് പറയാൻ പറ്റത്തില്ല. ദളപതിക്ക് ശേഷം ദാസേട്ടനും SPBയും കൂടി ഒന്നിച്ച് പാടുന്ന എൻ്റെ പടത്തിലാണ് കിണറിൽ കേണി. തമിഴും ചെയ്തല്ലോ കേണി. അതിനേക്കാളും ഉപരിയായിട്ട് അവർ രണ്ടുപേരും ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. ആ റെക്കോർഡ് ഇനി ആർക്കും എടുക്കാൻ പറ്റത്തില്ല. കാര്യം SPB നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഇപ്പോൾ SPBയുമായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ സംഗീതം എൻ്റെ സംഗീതമില്ലാതെ ഒരു ദിവസമില്ല. എല്ലാ പാട്ടുകളും കേൾക്കും. ഉദാസിൻ്റെ ഗസൽസ് എൻ്റെ വീക്ക്നെസ്സാണ്. പകയുദാസ് മരിച്ചു പോയപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി.
അതുതന്നെ SPBയുടെ മരണം, ജയേട്ടൻ്റെ മരണം. അപ്പോൾ സംഗീതത്തിന് മരണമില്ല. അവർ പാടിയ പാട്ടുകൾ, ഞാൻ ഒരു വലിയ സംഗീതാസ്വാദകനാണ്. മലയാളത്തിലെയും അല്ലാത്തയും ഒക്കെ ഗസൽസ് ആണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഒരുപാട് പിന്നെ ഇപ്പം ക്ലാസിക്കലാണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും കർണാടിക് ആണെങ്കിലും ഒക്കെ എല്ലാ സംഗീതങ്ങളും കേൾക്കാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ള ആളാണ്. ഇപ്പോൾ ജോർജ് മൈക്കിളിൻ്റെ ഫെയ്ത്ത് പോലുള്ള പാട്ടുകളൊക്കെ ഇന്നും, സ്റ്റീവി വണ്ടർ, ഞാൻ ആ കാലഘട്ടത്തിലാണെന്ന് കരുതിക്കോളൂ. യൂറോപ്പ് പോലുള്ള പിന്നെ ട്രൂപ്പിൻ്റെ പാട്ടുകൾ, പിന്നെ സൂപ്പർ ജീസസ് പോലുള്ള ഗാനങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും എന്നെ അലട്ടി കൊടുക്കുക. ഇഷ്ടമുള്ള പാട്ട് ഞാൻ ബോണിയമും അബ്ബയൊക്കെ പറയത്തുള്ളൂ. കാര്യം ആ പാട്ടുകൾ എന്നിൽ വരുത്തിയിരിക്കുന്ന സ്വാധീനം വലുതാണ്. എറിക് ക്ലാപ്റ്റൻ്റെ എല്ലാ മിക്കവാറുള്ള പാട്ടുകളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെന്താ പറയുക, സംഗീതത്തിന് അങ്ങനെ ഒരു ദേശമോ ഭാഷയോ ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റഫി സാഹിബിൻ്റെ ആണെങ്കിലും കിഷോർദായുടെ ആണെങ്കിലും മുകേഷിൻ്റെ ആണെങ്കിലും ഹിന്ദി പാട്ടുകൾ, തമിഴിലെ എല്ലാ പാട്ടുകളും, തമിഴിലെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സും, പിന്നെ നമ്മുടെ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൂതിങ് എഫക്റ്റാണ് സംഗീതം. അതുപോലെ തന്നെ യാത്രകൾ. ചേട്ടൻ സിനിമ ഇല്ലാത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ ചെയ്ത് ബ്രേക്ക് എടുക്കുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്രേക്ക് എടുക്കുന്ന ആ ഒരു ടൈമിൽ എന്താ ചേട്ടൻ്റെ ഒരു കുടുംബവുമായിട്ടും കൂടുതൽ ചെലവഴിക്കും. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഫാമിലി മാനാണ്. എന്നെ സംബന്ധിച്ചോളം സിനിമ ഉണ്ടെങ്കിലും സിനിമയുടെ സമയത്താണെങ്കിൽ എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ ഐ വിൽ ബി വിത്ത് മൈ ഫാമിലി. അതൊരു സംഭവമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് ദുബായിയാണ്. എനിക്ക് അവിടെ ഒരു ഗോൾഡൻ വിസയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ പോകും. കാര്യം അത്രയ്ക്ക് സൗഹൃദമാണ് അവിടെ ഉള്ളത്. എൻ്റെ സൗഹൃദങ്ങളുടെ ഒരു വലിയ ഇത് കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോവും. ഞാൻ ആ ഡെസേർട്ടിലൂടെയൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ ആ കോർണിഷിലൂടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ പ്രവാസികളുമായിട്ടൊരു ആത്മബന്ധം കൂടുതലാണ്. അവരെന്നും സംഗീതത്തെയും സിനിമയും ഒക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ സമയങ്ങളിലും, എൻ്റെ ലെഷറിലെ സമയത്ത് ഞാൻ യാത്രകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കൂടെ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യും. തമിഴ്നാടുകളിലേക്ക് പോകാനാണ് ഏറ്റവും ഇഷ്ടം, ഇവിടുന്ന് അടുത്താണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സമയം കളയുന്നത്. ചേട്ടാ, നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ആണോ അത്രയ്ക്ക് ബോറായിരുന്നു? അല്ല, പറയുള്ളൂ. പോരല്ല വേണ്ട. ഇന്റർവ്യൂ വൈൻഡപ്പിന് ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞ കാര്യമാണ്. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനൊരു അഡീഷൻ എന്നോണം ഞാൻ ചോദിച്ചോട്ടെ. ടിനി ടോമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ബേസ് ചെയ്തിട്ട് ഒരു സംവാദവും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഒരു ആക്ടർ വന്ന് മീഡിയയുടെ മുമ്പിൽ കൺഫസ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഡ്രഗ് യൂസും അദ്ദേഹം അത് കുറയ്ക്കാൻ പോകുന്നതും അതുമൂലം അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ആക്ടർ വന്ന് കൺഫസ് ചെയ്യുകയുണ്ടായി മീഡിയയിൽ. സോ അപ്പം ടിനി ടോം ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തൊരു സത്യാവസ്ഥ വരികയല്ലേ അപ്പോൾ പറയുമ്പോൾ? ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് സത്യാവസ്ഥ? അതായത് അദ്ദേഹം പല്ല് പോകുന്ന ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഏത് ആക്ടറാണ് വന്ന് പല്ല് പോയെന്ന് പറഞ്ഞത്? അല്ല, ആക്ടർ പല്ലുപോയി എന്നല്ല, അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഷൈൻ ടോം വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ പറയുന്നത്. ഷൈൻ ടോമിനെയാണ് അയാൾ ഉദ്ദേശിച്ചത്? അല്ല, ഉദ്ദേശിച്ചതെന്നല്ല പറഞ്ഞത്. പുള്ളി ആരും ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളി ന്യൂട്രൽ ആയിട്ടാണ് അങ്ങനെ പറയരുത്. ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അയാൾ ക്ലാരിറ്റിയോടുകൂടി പറയണം. അല്ലെങ്കിൽ എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനെ നിർത്തില്ലേ? അയാൾ എന്തുകൊണ്ട് ക്ലാരിറ്റിയോട് പറഞ്ഞു? അയാൾക്ക് ബോധ്യമുള്ളൊരു കാര്യത്തെപ്പറ്റി അയാൾ പരസ്യമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അയാൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിയെ അയാൾക്ക് മാറ്റി നിർത്തി സംസാരിക്കാം. അയാളുടെ വീട്ടുകാരോട് പറയാം, അല്ലെങ്കിൽ ഇയാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പറയാം. ഇയാൾ ഈ പരസ്യമായിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പം എത്ര പേരെ സംശയത്തിൻ്റെ മുൾമുനെ നിർത്തി? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ പേര് നിങ്ങൾ പറയൂ, ഞങ്ങളോട് പറയണ്ട, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോട് പറയൂ. അയാൾ പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് തന്നെ അയാൾ പറയണം. ഇതെൻ്റെ നിലപാടാണ്. അതിലെന്താ തെറ്റ്? പിന്നീട് അയാൾ പ്രേം നസീറിന് പിന്നെ ലോകം ആദരിക്കുന്ന മലയാള സിനിമയെ 32 വർഷം താങ്ങി നിന്ന ഒരു മഹത് വ്യക്തിയെപ്പറ്റി നൊട്ടാന്നുറക്കാത്തെന്നാണ് പറഞ്ഞില്ലേ? ചീഫ് എക്സിബിഷൻസിൻ്റെ ഭാഗമല്ലേ? അത് ശരിയാണോ? എത്ര പേര് അതിനെതിരായിട്ട് പറഞ്ഞു? ഞാനും ഭാഗ്യലക്ഷ്മിയും മണിയമ്പള രാജു അല്ല, അതാരാ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് പഴയ ഡയറക്ടർ സാഹിത്യം കണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു, അല്ല വേറെ ആലപ്പി അഷ്റഫ്, വേറെ ആരാ പറഞ്ഞിരിക്കുന്നത്? പ്രേം നസീറിനെ കൊണ്ട് ഗുണമുണ്ടാക്കിയ എത്രയോ ആളുകളിവിടെ ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയെ 30 വർഷം പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ പറ്റി ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. കിട്ടാനുള്ള കിട്ടുന്നുണ്ടല്ലേ ചിരിക്കുന്നത്. അതായത് ആ 30 വർഷം എനിക്ക് മനസ്സിലായി. 30 വർഷം ഇൻഡസ്ട്രി പിടിച്ചു നിർത്തിയ ഒരു വലിയ വ്യക്തിയെ, ആ വ്യക്തിയെപ്പറ്റി ഒരു പച്ചക്കള്ളം പറഞ്ഞ്, സ്വയം ആളാവാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ അയാൾക്കെതിരായിട്ട്
എത്ര പേര് പ്രതികരിച്ചു. ഇതാണ് സിനിമ ഇൻഡസ്ട്രി. മനസ്സിലായോ? എത്ര പേര് പ്രതികരിച്ചു. പ്രേം നസീറിനെ കൊണ്ട് ഗുണമുണ്ടാക്കിയ എത്രയോ ആളുകളുണ്ടായി. ആരെങ്കിലും ഒരാൾ സംസാരിച്ചോ? ഇതാണ് സിനിമ. അത് മനസ്സിലായിക്കോ. ഞാൻ പറയും. ഇനി ടിനി ടോം അല്ല, ഇനി ഏത് ദേവേന്ദ്രമൻ കൊച്ചാപ്പിയാണെങ്കിലും ഞാൻ പറയും. അയാളത് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ചെയ്തത് ശരിയല്ല. അയാൾ ചെയ്തല്ല, എന്നിട്ട് അയാൾ നാണം ഇല്ലാതെ വന്ന് മാപ്പ് പറഞ്ഞല്ലോ. ചെയ്തത് ശരിയല്ല. ഞാൻ അതിന്റെ ഒരു അഡീഷൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അയാൾ ചെയ്തത് ശരിയല്ല. നിങ്ങൾ അതാണ് പറയേണ്ടത്. അയാൾ ചെയ്തത് ശരിയല്ല. അയാളെ വിളിച്ചിരുത്തി ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്. അത്തരം അബ്സ്റ്റാർട്ടുകളും മലയാള സിനിമയ്ക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. ചേട്ടന്റെ ഒരു ഹാപ്പി എലമെന്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളും ഹാപ്പിനെസ് ഉള്ളത്. ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലാതെ എനിക്കങ്ങനെ ഒരു ദുഃഖിച്ചൊരു സ്ഥലം, ദുഃഖങ്ങളൊക്കെ വരാം, അതൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങ് പോകും. ഞാൻ ഈ ഒരു നിമിഷത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഈ ഒരു നിമിഷത്തിന് എനിക്ക് സമ്മാനിച്ച ഈശ്വരനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. Okay, thank you so much for joining us, Cheta. Thank you. All the very best for all the movies. Thank you. Yes! Oxygen Year End Sale. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.